ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണിക് സെക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. +1 മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കോണിക് സെക്ഷൻസ്. ഒരു കാരണവശാലും ചാപ്റ്റർ മിസ് ചെയ്യാൻ പാടില്ല. പബ്ലിക് എക്സാമിന് മിനിമം 6 മാർക്കിന് പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത് അറിയാത്തവരോ അല്ലെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് പഠിക്കണോ അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 30 മിനിറ്റ് ഉണ്ട്, മാക്സിമം ഒരു 30 മിനിറ്റ് കൊണ്ട് ഒരു 5-6 ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ട് ഈ ചാപ്റ്ററിനെ സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കണ്ട് അടിപൊളിയാക്കിയിട്ട് എക്സാം എഴുതിക്കും. ഓക്കെ അല്ലേ? തുടങ്ങില്ലേ? ചാപ്റ്ററിലേക്ക് പോട്ടെ. ഞാൻ കോണിക് സെക്ഷൻസ്. ഓക്കെ, സർക്കിൾസ് ആദ്യം കുറച്ച് അതിന്റെ ടോപ്പിക്കുകൾ ഞാനൊന്ന് പറയുന്നുണ്ട്. സർക്കിൾസ്, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ എന്താണെങ്കിൽ h,k-യും റേഡിയസ് ആറും അതേപോലെ തന്നെ പാസിംഗ് ത്രൂ ദി പോയിന്റ് അത് പാസ് ചെയ്തു പോകുന്ന പോയിന്റ് എക്സും വൈയും ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? x-h² പ്ലസ് y-k² ഇക്വൽ ടു r² എന്ന് പറയുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. x-h² പ്ലസ് y-k² ഇക്വൽ ടു r². അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് സെന്റർ ഒറിജിൻ ആണെങ്കിൽ ഈ എച്ചും കെയും ഉള്ളിടത്തൊക്കെ 0 ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 എന്നല്ലേ? 0 ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? x² പ്ലസ് y² ഇക്വൽ ടു r². നിങ്ങൾ 10ാം ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഡയറക്റ്റ് ഓർത്ത് വെക്കുക, x² പ്ലസ് y² ഇക്വൽ ടു r². ഇനി അടുത്തത് ഇക്വേഷൻ തന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നു? ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ തന്നിട്ട് നിങ്ങളോട് സെന്ററും റേഡിയസും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ് തരിക: x² പ്ലസ് y² പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇക്വൽ ടു 0. അതായത് x² ടേം ഉണ്ടാവും, y² ടേം ഉണ്ടാവും, എക്സിന്റെ അടുത്തൊരു നമ്പർ ഉണ്ടാവും, വൈന്റെ അടുത്തൊരു നമ്പർ ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും ഈക്വൽ ടു 0. ഈ ഫോമിൽ തന്നാൽ സെന്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെന്റർ കാണാൻ -g,-f ആണ്. റേഡിയസ് കാണാൻ g²√g² പ്ലസ് f² മൈനസ് c എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ട് വെച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. ഫസ്റ്റ് വൺ, find the equation of the circle with the center 1,1 and radius √2. 1,1 h,k ആണ് എന്ത് തന്നടാ? 1,1. √2 എന്ന് പറഞ്ഞാൽ r ആണ് തന്നത്. നേരെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരുന്നത്. എന്താ ഇക്വേഷൻ? നമ്മളെ x-h² പ്ലസ് y-k² ഇക്വൽ ടു r². എച്ചിനും കേക്കും പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതാ? a-b² ഇക്വൽ ടു a² മൈനസ് 2ab പ്ലസ് b². ആ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് എക്സ്പാൻഡ് ചെയ്തതാണ് കേട്ടോ. അത് x² മൈനസ് 2x പ്ലസ് 1 y² മൈനസ് 2y പ്ലസ് 1 ഇക്വൽ ടു 2 എന്ന്. √2ന്റെ സ്ക്വയർ കണ്ടാൽ എന്ത് കിട്ടും? സ്ക്വയറും റൂട്ടും കട്ടായി പോയിട്ട് 2 എന്ന ആൻസർ കിട്ടും. ഇനി ഇത് ഒരുമിച്ച് എഴുതി കൊടുക്കുകയാണ് ഞാൻ. x² y² ഒരുമിച്ച് എഴുതി, എക്സിന്റെ ടേം എഴുതി -2x, വൈയുടെ ടേം എഴുതി -2y, ബാക്കി ഇവിടെ 1ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇവിടെ ഉള്ള 2 ഞാൻ ഇപ്പുറത്തേക്ക് കൊടുത്തു. അപ്പൊ എന്തുവാകും? -2 എന്നാവും. അപ്പൊ 2 - 2 എന്ന് കഴിഞ്ഞാൽ ഈ ടേം എന്തായി പോടാ? കട്ടായി പോകും. ബാക്കി 0 ഉണ്ടാവുക. ബാക്കി ഇവിടെ ഉള്ള ടേമുകൾ ഒരുമിച്ച് എടുത്ത് എഴുതിയാൽ x² പ്ലസ് y² -2x -2y ഇക്വൽ ടു 0. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ സ്ഥാനത്ത് ഏത് നമ്പർ തന്നാലും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. അതിൽ ആകെ ഓർത്ത് വെക്കേണ്ടത് ഇവിടെ അഥവാ മൈനസ് ഉണ്ടെങ്കിൽ -1 ആണെങ്കിൽ ഇതിലേക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്ത് കൊടുക്കണം? -1 വന്നാൽ എന്താവും? +1 ആവും. അപ്പൊ ഇവിടെ a-b² പകരം a+b² ആണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അത്രേ മാറ്റുള്ളൂ. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. കൺസിഡർ ദി സർക്കിൾ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. x² പ്ലസ് y² -4x പ്ലസ് 8y മൈനസ് 12 ഇക്വൽ ടു 0. ഞാൻ നേരത്തെ നിങ്ങളോട് ഇക്വേഷൻസ് ചെയ്ത് തന്നപ്പോ അതാ ഈ ഫോമിലാണ് ക്വസ്റ്റ്യൻ തരാന്ന് പറഞ്ഞില്ലേ? ഈ ഫോമിലല്ല തന്നത്. x² പ്ലസ് y² പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇക്വൽ ടു 0. ഈ ഫോമിൽ ക്വസ്റ്റ്യൻ തന്ന സെന്ററും റേഡിയസും ആണ് കാണാൻ പറഞ്ഞത്. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ ഫോമിൽ തന്നാൽ x² പ്ലസ് y² പ്ലസ് 2gx എക്സിന്റെ അടുത്തുള്ള ആളാണ് 2g. അപ്പൊ എക്സിന്റെ അടുത്തുള്ള ആളാരാണ്? -4 ആണ്. അപ്പൊ 2gന്റെ സ്ഥാനത്ത് ആരാ? 2gക്ക് പകരം ഇവിടെ തന്നത് -4 ആണ്. 2g ഇക്വൽ ടു -4 ആണ്. g ഇക്വൽ ടു എന്ത് കിട്ടി? -2 കിട്ടി. അതേപോലെ തന്നെ 2fന്റെ സ്ഥാനത്ത് ഇവിടെ 6 ആണ് തന്നത്. 2fന്റെ സ്ഥാനത്ത് 6 ആണ് തന്നത്. 2f ഇക്വൽ ടു 6 ആണെങ്കിൽ f ഇക്വൽ ടു കിട്ടും 3 എന്ന് കിട്ടും. അപ്പൊ ജിയും എഫും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെന്റർ കാണാനുള്ള ഇക്വേഷൻ -g,-f എന്നാണ്. -g,-f എന്നാണ്. അപ്പൊ g -2 ആണെങ്കിൽ -2 എന്നാൽ എന്താ? ഇവിടെ +2 എന്നാവും. -f എന്ന് പറഞ്ഞാൽ f അവിടെ കൊണ്ടിട്ട് -3 എന്നാവും. അപ്പൊ 2, -3 എന്ന് പറയുന്നതാണ് എന്താ? ഈ കാണുന്ന ഇക്വേഷൻ ഓഫ് സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഇനി റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? √g² പ്ലസ് f² മൈനസ് c. g² എന്ന് പറയുമ്പോൾ ജിന്റെ വാല്യൂ -2ന്റെ സ്ക്വയർ കണ്ടാൽ 4 കിട്ടും. f² എന്ന് പറഞ്ഞാൽ 9 കിട്ടും. -12 ഇവിടെ -12 അല്ലെ സിന്റെ വാല്യൂ. ഇവിടെ ഓൾറെഡി ഇക്വേഷൻ പ്രകാരം മൈനസ് ഉണ്ട്. ആ മൈനസ് ഈ മൈനസ് കൂടി കൂട്ടുന്ന സമയത്ത് അത് എന്തായി മാറും? +12 എന്നാവും. അപ്പൊ 4 + 9 + 12 ചെയ്താൽ √25 √25 5 യൂണിറ്റ്സ്. അതാണ് റേഡിയസ് ഈക്വൽ ടു 5 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലടാ? സെന്ററും കിട്ടി, റേഡിയസും കിട്ടി. ഇങ്ങനെയാണ് സെന്ററും റേഡിയസും കണ്ടുപിടിക്കുക. 2 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യരുത്.
ഓക്കെ അല്ലേ സെറ്റ് അല്ലേ നെക്സ്റ്റിലേക്ക് പോവാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ടോ? ഇങ്ങനെയാലും ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ഇതിൽ ചോദിക്കാത്തൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ പരാബോളിൽ നിന്ന് ചോദിക്കും, ഒന്ന് പരാബോളിൽ നിന്നും, അതേപോലെ തന്നെ ഒന്ന് എലിപ്സ് നിന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒന്ന് പരാബോളിൽ നിന്നും ഒന്ന് ഹൈപ്പർബോളിൽ നിന്ന് ചോദിക്കും. ഇതിൽ ഏതെങ്കിലും പരാബോളിൽ നിന്നോ സർക്കിളിൽ നിന്നോ ആയിരിക്കും ഒരു ഫസ്റ്റ് ഒരു 2 മാർക്കിന്റോ 3 മാർക്കിന്റോ ക്വസ്റ്റ്യൻ ചോദിക്കുക. ബാക്കി അടുത്ത ഒരു പോർഷനിലേക്ക് വരുന്ന മാർക്ക് ഹൈപ്പർബോളിൽ നിന്നും എലിപ്സ് നിന്ന് കൊടുത്തിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ്, മിസ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് വൺ പരാബോളയാണ്. വളരെ ക്വിക്കായിട്ട് ഞാൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിലുള്ള പരാബോളയാണെന്നുണ്ടെങ്കിൽ ഡയഗ്രാംസ് ഒന്നും കൂടെ നോക്കണ്ട കേട്ടോ. അതൊക്കെ ഞാൻ റഫായിട്ട് വരച്ച ഡയഗ്രാമുകളാണ്, അപ്പൊ അതുകൊണ്ട് അതിനുള്ള വൃത്തി ഉണ്ടാവുള്ളൂ. ഓക്കെ, പോസിറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ a,0, നെഗറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ അവിടുത്തെ പോയിന്റിന്റെ -a,0 ആണ്. ഈ പോയിന്റുകളൊക്കെ എന്താണ്? ഫോക്കസുകളാണ് കേട്ടോ. ഇതൊക്കെയാണ് ഈ പരാബോളാസിന്റെ ഫോക്കസുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻസ് ജസ്റ്റ് നോക്കാം കേട്ടോ. എക്സ് ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ ഇക്വേഷൻ y² = 4ax ആണ്. y² = 4ax ആണ് പോസിറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ. ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുന്നത് കേട്ടോ. ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുന്നത് y² = 4ax. ഫോക്കസ് എന്താ വരിക? a,0 പോസിറ്റീവ് എക്സ് ആക്സിലായിരിക്കും ആ പോയിന്റ് നമുക്ക് a,0 എന്നാണ് എഴുതുക. a,0 അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇവിടെ പ്ലസ് ആണെങ്കിൽ x + a = 0 എഴുതി കൊടുക്കുക. അത്ര ആലോചിച്ചാൽ മതി. ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്ത് എഴുതി കൊടുക്കുക? x + a = 0. ഓക്കെ, പിന്നെ LLR ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം അത് എപ്പോഴും 4a ആയിരിക്കും. നെഗറ്റീവ് എടുക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ നെഗറ്റീവ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് -4a എന്ന് എടുക്കരുത്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ലെങ്ത് ഓഫ് ലാറ്റസ് ലെങ്ത് എന്നാണ്. ലെങ്ത് എപ്പോഴും എന്തേ ആവുള്ളൂ? പോസിറ്റീവ് ആവുള്ളൂ. അപ്പൊ മുകളിൽ തരുന്ന ക്വസ്റ്റ്യനിൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണെന്ന് വെച്ചാൽ ആ 4aന്റെ ആൻസർ മാത്രം എടുത്ത് എഴുതി കൊടുക്കുക. പോസിറ്റീവ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നെഗറ്റീവ് എടുക്കരുത്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എടുക്കുന്ന സമയത്ത് മാത്രം കേട്ടോ. അപ്പൊ ഇവിടെ ആവുന്ന സമയത്ത് നെഗറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ? നെഗറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ വരിക y² = -4ax എന്നാണ് വരിക. ഫോക്കസ് വരിക -a,0 എന്നാണ് വരിക. എക്സ് ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ x പ്ലസ് എടുത്താൽ മതി. ഇവിടെ നെഗറ്റീവ് ആയപ്പോൾ x - a = 0. LLR 4a തന്നെ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലടാ. അടുത്ത് ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ് y ആക്സിസിലാണ് പരാബോള ഉള്ളതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് y ആക്സിസ് ആണ് ഇക്വേഷൻ എന്താ വരുന്നത്? x² = 4ay. അതില് ഫോക്കസ് കാണാനുള്ള ഇക്വേഷൻ 0,a ആണ്. ഇവിടെ a,0 ആയിരുന്നു, ഇവിടെ എന്തായി? 0,a ആയി. പരാബോള ഈ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എഴുതുന്ന സമയത്ത് ഇവിടെ x പ്ലസ് എന്നുള്ള ഇക്വേഷൻ ആണ് എഴുതുന്നത്. ഇവിടെ ആകുമ്പോൾ എന്താ? ഇവിടെ y + a = 0. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് എടുക്കുക. y + a = 0. LLR എപ്പോഴും തന്നെയാണ് 4a തന്നെയാണ്. അടുത്തത് നെഗറ്റീവ് y ആക്സ് ആണെങ്കിൽ ഇക്വേഷൻ വരുമ്പോൾ ഈ ഇക്വേഷനിൽ നേരെ ഒന്ന് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ശരിക്കും ഒരു ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇക്വേഷനും പഠിച്ചു കഴിഞ്ഞാൽ ഒക്കെ കൺവേർട്ട് ചെയ്ത് മാറ്റി എഴുതി കൊടുക്കാവുന്നതേ ഉള്ളൂ. x² = ഇവിടെ 4ay എന്നുള്ളിടത്ത് -4ay വന്നു. ഓക്കെ, അപ്പോ 0,a എന്നുള്ളത് 0,-a വന്നു. y + a എന്നുള്ളത് y - a = 0 എന്ന് വന്നു. അതേപോലെ തന്നെ LLR എപ്പോഴും തന്നെയാണ് 4a. ഇത്രയും കാര്യങ്ങളാണ് പരാബോളിൽ പഠിക്കാനുള്ളത്. അതിന്റെ ഇക്വേഷനിലേക്ക് പോകാൻ കേട്ടോ. ഞാൻ ക്വസ്റ്റ്യനിൽ ഓക്കെ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസ്, ആക്സിസ് ഏതാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്ടം ആൻഡ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഓഫ് ദി പരാബോള. ഇതാണ് ഇതിലെ മാക്സിമം ക്വസ്റ്റ്യൻ കേട്ടോ. എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ആക്സിസ് ഓഫ് ദി പരാബോള എന്ന് പറഞ്ഞിട്ട് y² = 8x എന്ന് തന്നിട്ടുണ്ട്. y² = 8x. എടാ y² = 4ax എന്നുള്ള ഫോമിലല്ലേ തന്നത്? y² = 4ax എന്നുള്ള ഫോമിലാണ് y² = 8x എന്ന് തന്നത്. 4aന്റെ സ്ഥാനത്ത് ആരാണ് തന്നിട്ടുള്ളത്? 4aന്റെ സ്ഥാനത്ത് 18 തന്നത്. അപ്പൊ 4a = 8 എന്ന് എടുത്തു. അപ്പൊ a = തിരിക്കടാ 4 കൊണ്ടുപോയാൽ 4 അല്ല 8/4 ചെയ്താൽ ആൻസർ കിട്ടും 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 2 എന്ന് കിട്ടി. ഇനി അപ്പൊ ഫോക്കസ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? a,0 എന്നാണ്. എന്റെ വാല്യൂ ഇവിടെ 2 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ a,0 എന്നുള്ളത് 2,0 എന്നാക്കി കൊടുക്കണം. അതേപോലെ തന്നെ ആക്സിസ് ഏത് ആക്സിസിലാടാ? ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. y² = 4ax ഏത് ആക്സിസിലാ? എക്സ് ആക്സിസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. പോസിറ്റീവ് എക്സ് ആക്സിസ് പറഞ്ഞു വിചാരിച്ച പ്രശ്നമൊന്നുമില്ല. എക്സ് ആക്സിസ് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഇതിനെ രണ്ടിനെയും എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ആക്സിസ് എന്താ? എക്സ് ആക്സിസ് ആണ്. ഇനി അടുത്തത് ഡയറക്ട്രിക്സ് x + a = 0 എന്നല്ലേ? x + a = 0. ദാറ്റ് മീൻസ് x + 2 = 0. ഇവിടെ നോക്കി നിങ്ങൾ ഇതില് x + a = 0 എന്നല്ല ഇക്വേഷൻ. അപ്പൊ x + a = 0 ആണെങ്കിൽ x + 2 = 0 എന്ന ആൻസർ വരും. അതേപോലെ തന്നെ LLR കാണാൻ ആൻസർ എന്താ? LLR 4a ആണ്. 4a എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തന്ന നമ്പർ എന്താണോ അത് തന്നെ ആയിരിക്കും LLR. y² അല്ലെങ്കിൽ x² അവിടെ തന്ന നമ്പർ മാത്രമായിരിക്കും LLR. ഞാൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സാധനം, അഥവാ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോട്ടോ, x² = -16y എന്നാണ്.
എക്സ് സ്ക്വയർ ഈക്വൽ ടു -16y ആണ്. ഇതിന്റെ LLR ആണെങ്കിൽ എഴുതുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ LLR ഈക്വൽ ടു 16 യൂണിറ്റ്സ് എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി കേട്ടോ. അവിടെ എന്ത് നിങ്ങൾ എടുക്കേണ്ട, നെഗറ്റീവ് മൈനസ് നിങ്ങൾ അവിടെ LLR കണ്ടുപിടിക്കുന്ന സമയത്ത് ഫോറിയന്റെ ഇക്വേഷനിലേക്ക് എടുക്കരുത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, റെഡി അല്ലടാ? റെഡി അല്ലേ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണേ. Find the equation of the parabola with focus 6,0. Focus എന്താണ്? 6,0 ആണ്. And equation of directrix is equal to x is equal to -6. ഡയറക്ട്രിക്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടെങ്കിൽ ഫോക്കസ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ആലോചിക്കണ്ട. ഫോക്കസ് തന്നാൽ തന്നത് എന്താടാ? a,0 എന്ന് പറയുന്ന ഫോമിൽ അല്ലേ? a,0 ആണെങ്കിൽ ഇക്വേഷൻ എന്താ? y² = 4ax എന്നല്ലേ a,0 എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേടാ? y² = 4ax. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ a,0 y² = 4ax ആണെങ്കിൽ എന്റെ സ്ഥാനത്ത് ഇവിടെ ആരാടാ? എന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ ക്വസ്റ്റ്യൻ തന്നത്? 6 അല്ലടാ? എക്ക് പകരം ഇതിലേക്ക് 6 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. y² = 4 × 6x which is equal to y² = 24x. ഇത്രേ ചെയ്യാനുള്ളൂ. ഡയറക്റ്റ് നേരെ അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻസർ കാണാം. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? പരാബോളന്റെ പോർഷൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എലിപ്സ്. എലിപ്സ് ആകെ 2 എലിപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പരാബോള നമുക്ക് 4 ഉണ്ടായിരുന്നു. ഇവിടെ എലിപ്സ് 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് x ആക്സിസിലുള്ള എലിപ്സും ഒന്ന് y ആക്സിസിലുള്ള എലിപ്സും. എക്സ് ആക്സിലുള്ള എലിപ്സും y ആക്സിലുള്ള എലിപ്സും. എക്സ് ആക്സിലുള്ള എലിപ്സ് ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അറിയുന്ന സാധനങ്ങളും ഡയഗ്രാംസും ഇക്വേഷൻസ് ഒക്കെ അറിയുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, ഇതിലിവിടെ സെന്ററിലുള്ളതിനെ നേരത്തെ നമ്മൾ ഫോക്കസിനെ എ എന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ ഫോക്കസിനെ പറയുന്നത് സി എന്നാണ് കേട്ടോ. 2 ഫോക്കസുകൾ ഉണ്ടായിരിക്കും ഇതിൽ. ഈ 2 ഇക്വേഷൻസ് അല്ലെങ്കിൽ ഹൈപ്പർബോളിൽ പറയുന്നിടത്തും 2 ഫോക്കസുകൾ ഉണ്ടായിരിക്കും നമുക്ക്. അപ്പൊ ഇവിടെ ഫോസൈ എന്നാണ് ഇതിനെ പറയാം. 2 ഫോക്കസുകൾ ഉണ്ടായതുകൊണ്ട് അതിനെ 2 കണ്ടീഷൻസ് ആക്കി വരുമ്പോൾ ഫോസൈ എന്നാണ് വരിക. ഫോസൈ പ്ലസ് ഓർ മൈനസ്, പ്ലസിൽ ഒന്നും ഉണ്ടാവും മൈനസിൽ ഒന്നും ഉണ്ടാവും. അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് c,0 എന്നാണ്. വെർട്ടീസസ് എന്ന് പറയുന്നത് ഇതിന്റെ എൻഡ് പോയിന്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടീസസ് എന്ന് പറയുന്നത്. അപ്പൊ വെർട്ടീസസ് നമുക്ക് എന്തിനാണ് തന്നിട്ടുള്ളത്? 2 പോയിന്റുകൾ, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് a,0 എന്ന് വരും. അതേപോലെ തന്നെ y ആക്സിലെ ഡയഗ്രാം ആവുന്ന സമയത്ത് ഇവിടെ ഈ ഡയഗ്രത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എക്സ് സ്ക്വയറിന്റെ താഴെ വലിയ നമ്പർ വന്നാൽ എക്സ് ആക്സിസിലുള്ള എലിപ്സ് എക്സ് ആക്സിസ്, വൈ സ്ക്വയറിന്റെ താഴെ വലിയ നമ്പർ വന്നാൽ വൈ ആക്സിസിലുള്ള എലിപ്സ് ആണെന്ന് ഓർത്ത് വെക്കാം. എക്സ് സ്ക്വയറിന്റെ താഴത്താണ് നമ്പർ ആണല്ലോ ഇവിടെയൊക്കെ തരിക. ഈ എ സ്ക്വയറിനും ബി സ്ക്വയറിന്റെ ഒക്കെ സ്ഥാനത്ത് എന്താ തരിക? നമ്പർ ആണ് തരിക. എക്സ് സ്ക്വയറിന്റെ താഴെയാണ് വലിയ നമ്പർ തന്നതെന്നുണ്ടെങ്കിൽ അത് എക്സ് ആക്സിൽ എലിപ്സും ആണ്. വൈ സ്ക്വയറിന്റെ താഴെയാണ് വലിയ നമ്പർ തന്നതെന്നുണ്ടെങ്കിൽ വൈ ആക്സിലുള്ള എലിപ്സും ആണെന്ന് ഓർത്ത് വെക്കാം. അത് കണ്ടോ, ഓൾവേസ് a സ്ക്വയർ ഗ്രേറ്റർ ദാൻ b സ്ക്വയർ ആയിരിക്കും. രണ്ടാമത്തെ ഇക്വേഷനിൽ വൈ സ്ക്വയറിന്റെ താഴെയാണ് ഞാൻ a സ്ക്വയറിനെ കൊണ്ട് എഴുതിയത്. ഇവിടെ വൈ സ്ക്വയറിന്റെ താഴെ b സ്ക്വയർ ആണ്, എക്സ് സ്ക്വയറിന്റെ താഴെയാണ് ഞാൻ എഴുതിയത് a സ്ക്വയറിന് എഴുതിയത്. ഇത് y ആക്സിൽ ആവുന്ന സമയത്ത് പോയിന്റിൽ 0, എന്നുള്ള ഫോമിലേക്ക് മാറും എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ എഴുതിയ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ തരുന്ന സമയത്തും എയോ ബിയോ സിയോ ഇതിൽ ഏതെങ്കിലും 2 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാണണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എലിപ്സിന്റെ ഇക്വേഷനിൽ സെന്ററിൽ പ്ലസ് ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ സെന്ററിൽ എന്താണ്? മൈനസ് ആണ്. ഇനി അതേപോലെ ഹൈപ്പർബോളിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കണം, ഹൈപ്പർബോളിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സെന്ററിൽ എന്താ? മൈനസ് ആണ്. ഈ ഇക്വേഷന്റെ സെന്ററിൽ എന്തുവാണ്? പ്ലസ് ആണ് കേട്ടോ. ഓക്കെ, അത് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചോ. ഇനി അടുത്തത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഇതിലെ വലിയ ആക്സിസിനെയാണ് മേജർ ആക്സിസ് എന്ന് പറയാം കേട്ടോ. മേജർ ആക്സിസ് ഇതിനെ മൈനർ ആക്സിസ് എന്നാണ് പറയാ. ചെറിയ ആക്സിസിന് മൈനർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കാണാനുള്ള ഇക്വേഷൻ 2a ആണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കാണാനുള്ള ഇക്വേഷൻ 2b ആണ്. എക്സെൻട്രിസിറ്റി കാണാനുള്ള ഇക്വേഷൻ c/a ആണ്. e = സ്മോൾ ലെറ്റർ e കൊണ്ടാണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുക. e = c/a എന്നാണ്. LLR ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്ടം നേരത്തെ പറഞ്ഞ അതേ സാധനം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2b²/a ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഓരോ ഇക്വേഷൻസും നിങ്ങൾ ഇതേപോലെ ബൈ ഹാർട്ട് ചെയ്ത് നോക്കണം. അത് കണക്ട് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ, ഞാൻ ശ്രദ്ധിച്ചോ. Find the foci vertices, the eccentricity, length of major axis, minor axis, LLR of the ellipse 16x² + 9y² is equal to 144. ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്ത് വെച്ചോ. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. മിസ്സാക്കരുത്, ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഈ ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ =1 അല്ല, നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം =1 ആണ്. അപ്പൊ ഈ തന്ന ക്വസ്റ്റ്യനും =1 ആക്കണം. അവിടെ ഈക്വൽ ടു തന്നത് 144 ആണ്. 144നെ 1 ആക്കണമെങ്കിൽ /144 ചെയ്യണം. അപ്പൊ =ന് അപ്പുറത്ത് മാത്രം 144 ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ ടേമുകളും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 144 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇപ്പുറത്തെ ടേമിന് ഞാൻ എന്ത് ചെയ്തു? 144 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? 144 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്ത് 144/16 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 കിട്ടും. 144/9 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 കിട്ടും. 144/144 ചെയ്ത് കഴിഞ്ഞാൽ എന്തും കിട്ടും? 1 കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ആയി. ഓക്കെ അല്ലേ? ഇനി ഇത് എക്സ് ആക്സിലാണോ വൈ ആക്സിലാണെന്ന് ഉറപ്പിക്കണം. എക്സ് ആക്സിലാണെങ്കിൽ എക്സ് സ്ക്വയറിന്റെ താഴെയാണ് വലിയ നമ്പർ തരേണ്ടത്. വൈ ആക്സിലാണെങ്കിൽ വൈ സ്ക്വയറിന്റെ താഴെയാണ് വലിയ നമ്പർ. എക്സ് സ്ക്വയറിന്റെ താഴെ 9 ആണ്, വൈ സ്ക്വയറിന്റെ താഴെ 16 ആണ്. ദാറ്റ് മീൻസ് ഇത് ഏത് ആക്സിസിലുള്ളതാണ്?
വൈ ആക്സിസിലുള്ളതാണ് പരാബോള. അത് ഉറപ്പിച്ചു. സോറി, എലിപ്സ്. കണ്ടീഷൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? വൈ ആക്സിൽ എലിപ്സ് ആണെന്ന് ഉറപ്പിച്ചു. ഇനി നമ്മൾ നേരെ ഫോക്കസ് ഓരോന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫോക്കസ് കാണാനുള്ള ഇക്വേഷൻ 0, +or-c എന്നാണ്. വൈ ആക്സിസ് ആണെങ്കിൽ 0, +or-c ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം തന്നത് ആരൊക്കെയാ? ഇവിടെ താഴെയുള്ള ശരിക്കും ഇക്വേഷൻ പ്രകാരം എന്തൊക്കെയാണ്? x²/b²+y²/a² എന്നല്ലേ? x²/b²+y²/a². അപ്പൊ a² സ്ഥാനത്ത് ഇവിടെ തന്നത് 16 ആണ്. ദാറ്റ് മീൻസ് a = 4 ആണ്. b² സ്ഥാനത്ത് 9 ആണ്. ദാറ്റ് മീൻസ് b = എന്തുവാണ്? 3 ആണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ദാ ഇവിടെ നോക്കിയേ, a² - c² = a² - b². ആ ഇക്വേഷനിലേക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഞാൻ. ദാറ്റ് മീൻസ് 16 - 9 = 7. c² ആണ് 7 കിട്ടുക. ദാറ്റ് മീൻസ് c = എന്ത് കിട്ടും? അപ്പുറത്തേക്ക് സ്ക്വയറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്ക്വയറിനപ്പുറത്തേക്ക് കൊണ്ടുപോയി √7 എന്ന് കിട്ടും. അപ്പൊ c ന്റെ വാല്യൂ കിട്ടി. c ന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നേരെ ഇക്വേഷനിലേക്ക് കൊടുത്തിരിക്കുക. 0, +or-c എന്ന് പറയുമ്പോൾ 0, +or-√7 4 കിട്ടി. ഓക്കെ അല്ലേ? ഇനി അതേപോലെ വെർട്ടീസസ് ചെയ്താൽ നമുക്ക് a മതി. a ഇവിടെ 4 കിട്ടിയില്ലേ? അപ്പൊ വെർട്ടീസസ് എന്താ വരിക? 0, +or-4. നേരെ വെർട്ടീസസ് എഴുതി കൊടുത്തു. 0, വരാനുള്ള കാരണം y ആക്സിൽ എലിപ്സ് ആയതുകൊണ്ടാട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എക്സെൻട്രിസിറ്റി കാണാനുള്ള ഇക്വേഷൻ c/a ആണ്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. c ന്റെ വാല്യൂ √7 ആണ്, a ന്റെ വാല്യൂ 4 ആണ്. ദാറ്റ് മീൻസ് √7/4 എഴുതി കൊടുത്തു. എക്സെൻട്രിസിറ്റി ആയി. അടുത്ത LLR കാണാൻ 2b²/a ആണ്. 2b²/a കണ്ടുപിടിക്കുമ്പോൾ 2 × b² ന്റെ വാല്യൂ എന്താണ്? b² ന്റെ വാല്യൂ 9 ആണ്. അപ്പൊ 2 × 9/4 കട്ട് ചെയ്ത് ചെറുതായി കഴിഞ്ഞാൽ 9/2. 2 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എന്താ 2 ആവും. അപ്പൊ 9/2 യൂണിറ്റ്സ് അല്ലെങ്കിൽ 4.5 യൂണിറ്റ്സ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇനി അടുത്ത മേജർ ആക്സിസും മൈനർ ആക്സിസും. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കാണാൻ ഇക്വേഷൻ 2a ആണ്. ദാറ്റ് മീൻസ് 2 × a ന്റെ വാല്യൂ 4 ചെയ്താൽ 8 യൂണിറ്റ്സ് കിട്ടും. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കാണാൻ ഇക്വേഷൻ 2b ആണ്. 2 × 3 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 6 യൂണിറ്റ്സ് കിട്ടും. ഇതേപോലെ അതിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഏതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ ആ മാക്സിമം സാധനങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അത് പറഞ്ഞതുള്ളത്. അപ്പൊ അത് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല തന്നത്, ഇതേ ഫോമിലാ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്താൽ മതി. നിങ്ങൾ ഇതേ ഫോമിൽ തരികയാണെങ്കിൽ ഇതിനേപോലെ ഈക്വൽ ടു തന്ന ടേമിന്റെ അടുത്ത് എന്താണുള്ളത് അതുകൊണ്ട് ത്രൂ ഔട്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ കാണാം. ഓക്കെ അല്ല? സിമ്പിൾ അല്ലേ? ചെയ്തുകൂടെ? മിസ്സാക്കാൻ പാടില്ലല്ലോ. മിസ്സാക്കാൻ പാടില്ല. എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും സെറ്റ് ചെയ്യണം. സെറ്റ് അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഇതാ find the equation of the ellipse with foci. Foci തന്നിട്ടുണ്ട് നമുക്ക്. +or-√12, 0 എന്നാണ് foci തന്നത്. ആൻഡ് vertices +or-4, 0. വെർട്ടീസസും ഫോസയും തന്ന ഫോം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. എങ്ങനെയാ തന്ന ഫോം? എങ്ങനെയാ? +or-a, 0 എന്നല്ലേ? +or-a, 0 എന്നാണെങ്കിൽ അത് x ആക്സിസ് ആണെന്ന് ഉറപ്പിച്ചു അല്ലേ? വെർട്ടീസസും ഫോസയും ആണ് തന്നത്. അപ്പൊ x ആക്സിസ് ആണ്. x ആക്സിസ് ആണെങ്കിൽ x ആക്സിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? x² / a² + y² / b². +or-c, 0 ആണെങ്കിൽ അത് x ആക്സിസ് ആണ്. x ആക്സിസ് ആണ്. x ആക്സിസ് ആണെങ്കിൽ x² / a² + y² / b² = 1 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം തന്നത് ആരൊക്കെയാണ്? a തന്നിട്ടുണ്ട്. വെർട്ടീസസ് എന്ന് പറഞ്ഞാണ് തന്നത് ആരെയാണ്? a നെയാണ്. അപ്പൊ a = 4 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോസൈ എന്ന് പറഞ്ഞാണ് തന്നത് ആരെയായിരിക്കും? ഫോസൈ തന്നതായിരിക്കും. ഫോസൈ എന്ന് പറയുന്നത് c നെയാണ് എന്ത് തന്നിട്ടുണ്ടാവുക? ഫോസൈ തന്നിട്ടുണ്ടാവുക. √12 ആണ് ഇതിന്റെ വാല്യൂ, c ന്റെ വാല്യൂ. √12 ആണ് c ന്റെ വാല്യൂ. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം? c² = √12 സ്ക്വയർ കണ്ടാൽ 12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി c² = a² - b². നമുക്ക് നേരത്തെ അറിയുന്ന ഇക്വേഷൻ c² = a² - b² ഇക്വേഷനിൽ -b² അപ്പുറത്തേക്ക് കൊടുത്താൽ +b² ആയി. -b² അപ്പുറത്തേക്ക് കൊടുത്തു, c² ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ പ്ലസ് ലീൻ അപ്പുറത്തേക്ക് കൊണ്ടാൽ -i, -lീൻ അപ്പുറത്തേക്ക് കൊടുത്താൽ +i. ദാറ്റ് മീൻസ് b² = a² - c² ആണ്. a² ന്റെ വാല്യൂ 4 ആണ്. 4² ആകുമ്പോൾ 16 ആയി. b² ന്റെ വാല്യൂ 12 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ 16 - 12 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടി? 4 കിട്ടി. b² തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ റൂട്ട് എടുക്കണില്ല. b² ആണ് നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമുള്ളത്. നേരെ b² അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പൊ അതിനെ നേരിട്ട് കൊടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജനറൽ ഇക്വേഷനിലേക്ക് x² / a² സ്ഥാനത്ത് a എന്ന് പറയുന്നത് 4 ആണ്. a² കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 16. x² / 16 + y² / 4 = 1. ഇതാണ് ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത്. ഈ ടൈപ്പിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് ഈ പോർഷനിൽ ചോദിക്കാറുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിർബന്ധമായിട്ടും പഠിച്ചിട്ട് എക്സാം ചെയ്ത്. ഓക്കെ, ഇനി ഹൈപ്പർബോളയിലേക്ക് പോവാണേ. ഹൈപ്പർബോള ശ്രദ്ധിച്ചോ. ഹൈപ്പർബോളിന്റെ കേസിലും നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസിനാണ്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പേരുകളിൽ നേരത്തെ നമ്മൾ മേജർ ആക്സിസും മൈനർ ആക്സിസും പറഞ്ഞു കൊടുത്ത് ഇവിടെ വലിയ ആക്സിസിനെ പറയുന്നത് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നാണ്. ചെറിയ ആക്സിസിനെ പറയുന്നത് കോൺജുഗേറ്റ് ആക്സിസ് എന്നാണ്. അത്രയും മാറ്റമുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷൻസും കംപ്ലീറ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. സൈനുകളിൽ ചെറിയ ചേഞ്ച് വരുന്നത് എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞു x² / a² - y² / b² ആണെങ്കിൽ നെഗറ്റീവ്, സെൻട്രൽ നെഗറ്റീവ് ആണെങ്കിൽ അത് ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. സെൻട്രൽ പോസിറ്റീവ് ആണെങ്കിൽ അത് എലിപ്സ് ആയിരിക്കും. ഓക്കെ, ഈ ഫോമിൽ കേട്ടോ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു a² ഓൾവേസ് ഗ്രേറ്റർ ദാൻ b² എന്ന് പറഞ്ഞിരുന്നു. ഹൈപ്പർബോളിന്റെ കേസിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ആദ്യം y² ആണെങ്കിൽ ഇവിടെ നോക്കി x ആക്സിസ് ആയപ്പോ ഇത് x ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്. ഇത് x ആക്സിസ് ആയ സമയത്ത് x² / a² എന്നാണ് തുടങ്ങുന്നത്. y ആക്സിസ് ആയ സമയത്ത് y² / a² എന്നാണ് തുടങ്ങുന്നത്. ഡിനോമിനേറ്ററിൽ മാറ്റം വരുന്നില്ല. ഡിനോമിനേറ്ററിൽ എപ്പോഴും ആദ്യത്തിന്റെ താഴെ ഉള്ളതാണ് എന്ത്? a².
ഇവിടെ എക്സ് സ്ക്വയറിന് താഴെയാണെങ്കിൽ എ സ്ക്വയർ ആണ്, ഇവിടെ വൈ സ്ക്വയറിന് താഴെയാണെങ്കിലും എ സ്ക്വയർ ആണ്. ഡിനോമിനേറ്റർ മാണില്ല, ന്യൂമിനേറ്ററിൽ തമ്മിലാണ് എന്താവുന്നത് ചേഞ്ച് ആവുന്നത്. വൈ സ്ക്വയർ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, വൈ ആക്സിൽ എലിപ്സ് ഹൈപ്പർബോളയാണ്. എക്സ് സ്ക്വയർ വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ എക്സ് ആക്സിലുള്ള ഹൈപ്പർബോളയാണ്. ഓർത്ത് വെക്കാം. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഞാൻ ക്വസ്റ്റിലേക്ക് പോട്ടെ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇവിടെ മൈനസ് ആണെങ്കിൽ സി സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണ് എന്നുള്ളത് വരുന്നത്. പിന്നെ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ് ഇവിടുത്തെ വലിയ ആക്സിസിനെ കണ്ടുപിടിക്കാൻ. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് കാണാൻ 2a ആണ്. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ചെറുതാക്കി എഴുതിയതാണ്. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് കാണാൻ 2b ആണ് ഇക്വേഷൻ വരുന്നത്. ബാക്കി നേരത്തെ നിങ്ങൾ എഴുതി വെച്ച അതേ ഇക്വേഷൻസ് തന്നെയാണ്. ഏതിൽ എഴുതി വെച്ചടാ? എലിപ്സിൽ എഴുതി വെച്ച സെയിം ഇക്വേഷൻസ് തന്നെയാണ് കേട്ടോ. എക്സെൻട്രിസിറ്റി കാണാൻ c/a തന്നെയാണ്. LLR കാണാൻ 2b²/a തന്നെയാണ്. അതിലൊന്നും മാറ്റില്ല. അതൊക്കെ ഇതിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഞാൻ ശ്രദ്ധിച്ചോ. Find the coordinates of the foci, vertices LLR, length of transverse axis, length of conjugate axis, eccentricity and the eccentricity of the hyperbola x² / 16 minus y²/9. x² എന്നാണ്, അതുകൊണ്ട് x ആക്സിലുള്ള ഹൈപ്പർബോളയാണ് ഉറപ്പിക്കാം. ഓക്കെ അല്ലേ? a² എന്ന സ്ഥാനത്ത് ഇവിടെ തന്നത് ഫസ്റ്റ് താഴെയുള്ളതാണ് എപ്പോഴും. അപ്പൊ a² സ്ഥാനത്ത് ഇവിടെ 16 ആണ് തന്നത്. ദാറ്റ് മീൻസ് a = 4. b² സ്ഥാനത്ത് 9 ആണ്, b = 3 എന്ന് കിട്ടി. അങ്ങനെ ഓരോ വാല്യൂസും എടുത്ത് എഴുതി കൊടുത്തു. ഫോസൈ ആണെങ്കിൽ നമുക്ക് ആദ്യം c കാണണം. c² = a² + b² ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ c ന്റെ വാല്യൂ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. c ന്റെ വാല്യൂ 5 കിട്ടിയാൽ ഫോസൈ എഴുതാം. ± c, 0 ആണെങ്കിൽ ± 5, 0 എന്തിന്റെ ആൻസർ വരും? ഫോസൈ വരും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വേർട്ടീസസ് നോക്കുന്ന സമയത്ത് വേർട്ടീസസ് കാണാൻ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? വേർട്ടീസസ് കാണാൻ ± a, 0 എന്നാണ് വേർട്ടീസസിന്റെ ഇക്വേഷൻ. ദാറ്റ് മീൻസ് ± 4, 0 എന്ന് ആൻസർ വരും. ഓക്കെ അല്ലേ? നേരെ അടുത്തത് LLR, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണാൻ 2b²/a. 2b², വാല്യൂ എന്താണ്? 9 ആണ്. അപ്പൊ 2 × 9/4, ദാറ്റ് മീൻസ് 9/2 എന്ന ആൻസർ കിട്ടും. യൂണിറ്റ്സ്. ഓക്കെ. അടുത്ത് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a കണ്ടാൽ 8 യൂണിറ്റ്സും ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് 2b കണ്ടാൽ 8 യൂണിറ്റ്സും കിട്ടും. എക്സെൻട്രിസിറ്റി കണ്ടാൽ c/a, ദാറ്റ് ഈസ് ഇക്വൽ ടു 5/4 എന്ന് കിട്ടും. ഡയറക്റ്റ് ആയി ഫണ്ടുപിടിക്കാനുള്ളതാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ സ്പീഡായിട്ട് പറഞ്ഞത്. സെറ്റ് അല്ലേ? ചെയ്ത് നോക്കി കൂടണം. ഒറ്റയ്ക്ക് ചെയ്ത് നോക്കടാ. ഓക്കെ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള. ഇവിടെ ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്തോ. ചിലപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രഡിക്ഷൻ ആണ് കേട്ടോ. പ്രഡിക്ഷൻ ആണ്. 4 മാർക്ക് കേട്ടോ. 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചോ. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള വേർ ഫോസൈ എന്ന് പറയുന്നത് 0, ± 8 ആണ്. 0 ആണ് നിങ്ങൾ ഉറപ്പിക്കുക. ഏത് ആക്സിസിലുള്ളതാണ്? ഏത് ആക്സില? y ആക്സിസിലുള്ളതാണ്. ഓക്കെ. അപ്പൊ ആദ്യം y ആക്സിസ് എഴുതി കൊടുത്തു. y ആക്സിസിന്റെ ഫോമിലാണ് വരിക. ഓക്കെ. y ആക്സിന്റെ ഫോമില വരിക. ഇക്വേഷൻ എന്താ? y²/a². ഇതാ ഇവിടെ ഉണ്ട്. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. y²/a² മൈനസ് x²/p² = 1. അത് നേരെ കൊടുത്തു. y²/a² - x²/p² = 1 നേരിട്ട് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി ഈ ഇക്വേഷനിലേക്കുള്ള a² b² കണ്ടുപിടിക്കാന്നുള്ള ഒരു പണി മാത്രമേ നമുക്കുള്ളൂ. ക്വസ്റ്റ്യൻ പ്രകാരം എന്തൊക്കെയാ തന്നത് നോക്കുക. ഫോസൈ തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫോസൈ തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം c ആണ് തന്നിട്ടുള്ളത് എന്നാണ്. c നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് c അവിടെ എഴുതി വെച്ചു. ഓക്കെ. ഇനി അടുത്ത ആരെ തന്നിട്ടുള്ളതാ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞിട്ടാണ് ആരെ തന്നത്? 24 തന്നത്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണാൻ ഇക്വേഷൻ എന്താ? 2b²/a ആണ്. അപ്പൊ 2b²/a ന്റെ ആൻസർ 24 ആണ്. ദാറ്റ് മീൻസ് ഞാൻ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ത് കിട്ടും? 2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോ b²/a = 24/2 എന്ന് കിട്ടും. b²/a = 12 എന്ന് കിട്ടും. ഏനെയും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ b² = 12a എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അത് അവിടെ എഴുതി വെച്ചു. ഇനി അടുത്ത നമുക്ക് ജനറലി സിയും എയും ബിയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. c² = a² + b² എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഇക്വേഷനിൽ കൊടുത്തിട്ട് ഞാൻ എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? a² b² ഇവിടെ 12a എന്നാണ് ആൻസർ കിട്ടിയത്. ആ കിട്ടിയ ആൻസർ ഇതിന് പകരം കൊടുക്കുകയാണ്. a² പകരം ഞാൻ a² തന്നെ കൊടുത്തു. a² നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ. അത് c² സ്ഥാനത്ത് നമുക്ക് c ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8 ആണ്. അപ്പൊ 8² കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ a² = 64 എന്ന് കിട്ടും. അപ്പൊ 64 അവിടെ 64 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ a² + 12a 84 അപ്പുറത്തേക്ക് 64 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -64 എന്നാവും. ഇത് എന്ത് ഇക്വേഷൻ ആയിട്ട് കിട്ടുക? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് കിട്ടും. അതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഏതൊക്കെയോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -64 കിട്ടണം, പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടണം. അങ്ങനത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഉപയോഗിക്കണം? -b ± √b² - 4ac/2a ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അത് ഉപയോഗിച്ചിട്ട് എന്ത് കാണാം? ഈ ഇക്വേഷന്റെ ആൻസർ കാണാം. ഓക്കെ. ഈ ആൻസർ കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? ഇത് ജസ്റ്റ് ഇങ്ങ് ഓർത്ത് വെക്കാം. ഞാൻ ഡയറക്റ്റ് ആൻസർ എഴുതിയതാണ്. ഇത് കണ്ടുപിടിക്കാൻ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -64 കിട്ടണം. ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ +12 കിട്ടണം. അങ്ങനത്തെ നമ്പേഴ്സ് ആണ് 16ഉം -4ഉം. 16ഉം -4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -64 കിട്ടും. 16ഉം -4ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ +12 കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കാം. a + 16 × a - 4 = 0. ദാറ്റ് മീൻസ് a + 16 = -16
എ ഈക്വൽ ടു -60 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇത് നമ്മൾ എഴുതുന്നത് ശരിക്ക് എ പ്ലസ് 16 ഈക്വൽ ടു 0 എന്ന് എഴുതും. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു -16 കിട്ടും. അതേപോലെ തന്നെ എ -4 ഈക്വൽ ടു 0 എന്ന് എഴുതും. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു എന്ത് കിട്ടും? 4 കിട്ടും. നമ്മൾ എന്റെ സോറി എന്റെ വാല്യൂ ഒരിക്കലും എന്താവില്ലടാ. എന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് ഇവിടെ നോക്കി നിങ്ങൾ ഇതാ ബി സ്ക്വയർ, ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ സ്ഥാനത്താണ് എ വരുന്നത് അല്ലെ. ഒരു നമ്പറിന്റെ സ്ക്വയർ കാണുമ്പോഴാണ് നിങ്ങൾക്ക് 12 എന്ന ആൻസർ വരുന്നത്. ദാറ്റ് മീൻസ് അത് ഒരിക്കലും എന്താവില്ല, നോട്ട് ബി നെഗറ്റീവ്. അതൊരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആൻസർ മാത്രം എടുത്താൽ മതി? എ ഈക്വൽ ടു 4 എന്ന് പറയുന്ന ആൻസർ മാത്രം എടുത്താൽ മതി. പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ മാത്രം എടുത്താൽ മതി. നെഗറ്റീവ് ആൻസർ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ബി സ്ക്വയറിന്റെ സ്ഥാനത്താണ് എ ആൻസർ ആയിട്ട് വരേണ്ടത്. ആ സ്ക്വയർ, ഒരു നമ്പറിന്റെ സ്ക്വയർ ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് ആ പോർഷൻ എന്താവില്ല, നെഗറ്റീവ് ആൻസർ വരില്ല എന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ എക്ക് പകരം ഞാൻ 4 എടുത്തു. 4 എടുക്കുകയാണെങ്കിൽ ബി സ്ക്വയർ ഈക്വൽ ടു 12 എന്നല്ലേ. അപ്പൊ 12 × 4 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബി സ്ക്വയറിന്റെ സ്ഥാനത്ത് 48 കിട്ടും. എ സ്ക്വയർ ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടാവും. എ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? എന്റെ വാല്യൂ നമ്മൾ എവിടെ? എന്റെ വാല്യൂ നമ്മൾ കിട്ടി 4 ആണ്. എ സ്ക്വയർ ആകുമ്പോൾ 4 സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടും. ഈ രണ്ട് നമ്പേഴ്സ് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള ആൻസർ മാത്രമേ ഉള്ളൂ. നമുക്ക് y സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നുള്ളത് 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതാണ് എ സ്ക്വയറിന്റെ സ്ഥാനത്ത്. എ സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ y സ്ക്വയർ ബൈ 16 മൈനസ് എക്സ് സ്ക്വയർ ബൈ 45. എക്സ് സ്ക്വയർ ബൈ 48 എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് 48 ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 48 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യനുകൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് വർക്ക് ചെയ്ത് വെക്കുക. പഠിച്ചിരിക്കണം. ഓക്കെ, സിമ്പിൾ അല്ലടാ. ഇത്രയാണ് കോണിക് സെക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഒരു 8 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അടിപൊളിയായിട്ട് എക്സാം എഴുതുക, സെറ്റ് ആക്കുക. ഓക്കെ അല്ലടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു.